റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സർക്കാർ ഫണ്ട് മുടങ്ങിയതോടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യക്ഷേമ പദ്ധതികളാണ് പ്രതിസന്ധിയിലായത്. പദ്ധതി ക്രമീകരിക്കേണ്ട സോഫ്റ്റ്വെയർ സർക്കാർ പൂർണ്ണമായും തുറന്നു നൽകിയിട്ടില്ല. ഈ മാസം 31-നകം പദ്ധതികൾ സമർപ്പിക്കണമെന്നായിരുന്നു തദ്ദേശ വകുപ്പിന്റെ ഉത്തരവ്. പദ്ധതി സമർപ്പിച്ചാലേ ജില്ലാതല ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിക്കൂ. ഇതിനോടകം തന്നെ സാമ്പത്തിക വർഷത്തിലെ 4 മാസം നഷ്ടമായി കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് കോർഡിനേഷൻ കമ്മിറ്റിക്ക് അയച്ചിട്ടുണ്ട്, പദ്ധതിയായി വന്നിട്ടുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ സൈറ്റ് ഇതുവരെ ഓപ്പൺ ആയില്ല. ആദ്യം മന്ത്രി പറഞ്ഞിരുന്നു സ്പിൽ ഓവർ ഞങ്ങൾ പരിഗണിക്കും, 20% ക്യാരി ഓവർ നൽകുമെന്ന്. പക്ഷേ ഇപ്പോൾ അതില്ല. സ്പിൽ ഓവറിൻ്റെ ഫണ്ടും തന്നിട്ടില്ല. ഫണ്ട് ലഭ്യത വളരെ പ്രശ്നമാണ്. ഇങ്ങനെ കുറഞ്ഞു പോയാൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെ മാത്രമല്ല, ഇതുപോലെയുള്ള കുറേയേറെ ആർദ്രം പദ്ധതിയിലൊക്കെ ആശുപത്രിയിലൊക്കെ ടെക്നീഷ്യന്മാർ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കേണ്ടത് ആകെ പ്രശ്നമായിരിക്കും. സിനോജ് തോമസ് ഉണ്ട്. സിനോജ് തോമസ്, മൊത്തം താളം തെറ്റുകയാണോ തദ്ദേശ ഭരണത്തിൽ? ആസൂത്രണം താളം തെറ്റുന്നു, പാലിയേറ്റീവ് കെയർ താളം തെറ്റുന്നു, ആരോഗ്യക്ഷേമ പദ്ധതികൾക്ക് പണം കിട്ടാത്ത അവസ്ഥ വരുന്നു. അക്ഷരാർത്ഥത്തിൽ സ്തംഭനമാണോ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഹരികുമാർ, തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് അവരുടെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന സേവനത്തെയാണ് അവർ സർക്കാർ സേവനമായി കാണുക. പ്രാഥമിക പരിഗണന അതിനാണ് നൽകുന്നത്. ആ പരിഗണനയ്ക്കാണ് ഇപ്പോൾ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ LDF സർക്കാർ നൽകേണ്ട അവസാന ഗഡു ലഭിച്ചിട്ടില്ല. ഈ വി.ഡി. സതീശൻ സർക്കാർ നൽകേണ്ട ആദ്യ ഗഡുവും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ 2 ഗഡുകൾ കൂടി അനന്തമായി നീണ്ടുപോകുന്നതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളും അനന്തമായി നീണ്ടുപോവുകയാണ്. ഈ സാമ്പത്തിക വർഷത്തിലെ 4 മാസം ഈ ജൂലൈ 31-ന് പൂർത്തിയാവുകയാണ്. ഇനി അവശേഷിക്കുന്നത് 8 മാസമാണ്. ഈ 8 മാസം കൊണ്ട് ഏതൊക്കെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന ആശങ്ക പഞ്ചായത്തുകൾക്കുണ്ട്. പ്രത്യേകിച്ച് പദ്ധതി പൂർത്തീകരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അത് സ്പിൽ ഓവറായി അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് പോകും. ആ സാമ്പത്തിക വർഷത്തിലെ തുക കൂടി പദ്ധതിയിലേക്ക് എടുക്കേണ്ട സാഹചര്യം വരുമെന്നാണ് പഞ്ചായത്തുകളുടെ ആശങ്ക. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ പൂർത്തീകരിക്കാതെ പോയ പദ്ധതികൾ സ്പിൽ ഓവറായി ഈ വർഷത്തെ ബജറ്റിലേക്ക് കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. അത്തരം സ്പിൽ ഓവർ പദ്ധതികൾ സമർപ്പിക്കാനുള്ള ഓപ്ഷൻ മാത്രമാണ് സുലേഖ സോഫ്റ്റ്വെയറിൽ ഇതുവരെ തുറന്നു നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ജൂൺ 30 വരെയാണ് സമയപരിധി നൽകിയത്. അതുകൊണ്ട് സാധിക്കാതെ വന്നതോടുകൂടി ഈ മാസം 31 വരെ സമയം നീട്ടി നൽകിയിട്ട് പോലും സുലേഖ സോഫ്റ്റ്വെയറിലെ പൂർണ്ണമായ ഓപ്ഷനുകൾ തുറന്നു നൽകിയിട്ടില്ലെന്നാണ് ഭൂരിഭാഗം പഞ്ചായത്ത് അധികൃതരും പറയുന്നത്. അതായത് കഴിഞ്ഞ LDF സർക്കാരിന്റെ ബജറ്റ് പ്രകാരമാണ് പദ്ധതികൾ തയ്യാറാക്കിയത്. വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ 1534 കോടി രൂപയുടെ തദ്ദേശ വിഹിതമാണ് കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുറഞ്ഞ വിഹിതത്തിനനുസരിച്ച് പദ്ധതികളൊക്കെ തന്നെ പുനഃക്രമീകരിച്ച് വീണ്ടും സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ജൂലൈ 31-നകം സൈറ്റ് പൂർണ്ണമായും തുറന്നു ലഭിച്ച് ഈ പദ്ധതികൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജില്ലാതല ആസൂത്രണ സമിതി യോഗങ്ങൾ ചേർന്ന് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകാൻ കഴിയുള്ളൂ. റഹീസ് പറഞ്ഞതുപോലെ തന്നെ ഈ ആദ്യ ഗഡു പൂർണ്ണമായിട്ടും ആരോഗ്യക്ഷേമ പദ്ധതികൾക്കാണ് മാറ്റിവെക്കുന്നത്. പാലിയേറ്റീവ് കെയർ മാത്രമല്ല, ചില പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് വയനാട് ജില്ല പോലുള്ള പഞ്ചായത്തുകളിൽ ആദിവാസി മേഖലകളിൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പോലും ഈ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തുകൾ നൽകുന്നുണ്ട്. ആ പദ്ധതിയെ പോലും ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പഞ്ചായത്തിന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മരുന്ന് വാങ്ങുന്നത് ഈ പ്ലാൻ ഫണ്ട് വെച്ചാണ്. അതോടൊപ്പം തന്നെ ചില OP-കളിൽ, ഈവനിംഗ് OP-കളിൽ ഡോക്ടേഴ്സിനും നഴ്സുമാരെ നിയമിക്കുന്നതും ഈ പദ്ധതി വെച്ചുകൊണ്ടാണ്. അതുമാത്രമല്ല, ബഡ്സ് സ്കൂളുകളിന്റെ പ്രവർത്തനം ഈ ഫണ്ട് വെച്ചാണ്. അങ്ങനെ പ്രാഥമികമായി ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഈ സേവനങ്ങളാണ് ഈ ഫണ്ട് ലഭിക്കാത്തത് മൂലം അനന്തമായി നീണ്ടുപോകുന്നത്. ഏതായാലും ഈ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ഗഡു ഉടൻ അനുവദിക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്നത്. അരുകുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ആദ്യ ഗഡു 4 മാസം പിന്നിടുകയാണ്. ആസൂത്രണത്തിനുള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. പുതിയ സർക്കാർ വന്ന് 2.5 മാസം പിന്നിടുമ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ ആദ്യ ഗഡു പോലും റിലീസ്